ഇപ്പോഴത്തെ സിനിമ ഷൂട്ടിംഗ് നമ്മുടെ കടപ്പുറത്ത് സിനിമ ഷൂട്ടിംഗ് നമ്മുടെ വളർത്ത് സിനിമയിൽ അഭിനയിക്കാൻ എടുത്തു. അപ്പച്ചന്റെ റോൾ ഉറപ്പാ. വള്ളിറക്കാൻ പരിചയമുള്ളവർ വേണം അവര് പറയണേ. KP-യുടെ നാവ് പൊന്നാണല്ലോ. തങ്കപ്പച്ചട ഒന്ന് നോക്കണേ, വേഗം വിടറാ. ഹലോ ഹലോ ചേട്ടാ, ഹലോ എങ്ങോട്ടേട്ടാ കയറി പോകുന്നത്? ചേട്ടാ നമ്മുടെ ഉള്ള അത് ഞാൻ പറയുമ്പോ വന്നാ മതി പ്ലീസ്. ഹലോ കോസ്റ്റ്യൂം, ഇവർക്ക് ആ കോസ്റ്റ്യൂം കൊടുത്തേ. ഹലോ സാർ. ചേട്ടാ ഒന്ന് മാറി ഒന്ന് ഇറങ്ങി നമ്മുടെ ചാരങ്ങനെ കൂടെ വിളിക്കായിരുന്നു കേട്ടാ. ഓ അവന്റെ അച്ഛൻ ആശുപത്രിയല്ലേ, അവൻ അവിടെയാ. നിങ്ങൾ രണ്ടുപേരും ആ ഡ്രസ്സ് ഊരി തന്നിട്ട് ഈ ഡ്രസ്സ് വന്നിട്ട് ഇവിടെ മാത്രം മതി, എനിക്ക് അഭിനയിക്കാന്ന് പറഞ്ഞോടാ. ഏട്ടാ വാങ്ങിച്ചോടാ, നമ്മൾ സാധാരണ വെള്ളം ഇറക്കില്ലേ അതുപോലെ ഇറക്കിയാ മതി. അതാണ് അഭിനയം. പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അല്ലേ? പിടിക്കേ ആ ഡ്രസ്സ് ഊരി വാങ്ങിച്ചു. ആ വള്ളത്തിനോട് നാളെ മറ്റേ ഇവരെ പിടിച്ച് പൊസിഷനിൽ നിർത്തി. നമുക്ക് ആദ്യം ഡയലോഗ് പോർഷൻ നോക്കാം. ഓക്കെ സാർ. ഒരു റിഹേഴ്സൽ വാ. റെഡി? അതെ, വള്ളം ഇറക്കാൻ അറിയാവുന്ന ഈ ഭാഗത്തേക്ക് നിന്ന്. അയ്യോ സാർ, വള്ളം ഇറക്കാൻ എത്ര പേര് പോരാ? അത് വള്ളം ഇറക്കണ സീൻ എടുക്കുമ്പോഴല്ലേ. നിങ്ങളുടെ ആർക്കാ ഡയലോഗ് പറയാൻ അറിയാവുന്നേ? ഈ അപ്പച്ചേട്ടൻ നല്ല നടനാ സാർ. 2 കൊല്ലം KPSC-ലെ 1 കൊല്ലം സൂര്യസ്വാമി. ഇവിടെ ശ്രദ്ധിക്ക്, ഹീറോ പറയും നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാ കടലും, ചിലപ്പോ ശാന്തം ചിലപ്പോ രൗദ്രം. അപ്പൊ നിങ്ങൾ പറയണം, 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നീയും അങ്ങനെയാണല്ലോ, എല്ലാവരും ചിരിക്കണം. ഇപ്പോഴല്ല, ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ റെഡി സാർ. മുരളി റെഡി അല്ലേ? റെഡി സാർ. ആക്ഷൻ. നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെയാ കടലും, ചിലപ്പോ ശാന്തം ചിലപ്പോ രൗദ്രം. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നീയും അങ്ങനെയാണല്ലോ. സതീഷിങ് വന്നേ സർ. ഇപ്പോഴത്തെ സീനിന്റെ സിറ്റുവേഷൻ എന്താ? അത് ഓഷ്യാനോഗ്രാഫി പഠിക്കുന്ന ഹീറോ സഹപാഠികൾക്കൊപ്പം സാഹസികമായി വള്ളം ഇറക്കുന്നു. ഇപ്പൊ ഡയലോഗ് പറഞ്ഞാൽ കണ്ട നായകന്റെ സഹപാഠിയാണെന്ന് തോന്നുന്നു. ഇല്ലേ? എടോ, കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് തോന്നണം. ചെറുപ്പം ഫീൽ ചെയ്യണം. ആ ഡയലോഗ് അയാളിൽ നിന്ന് മാറ്റിയിട്ട് മറ്റേ ആൾ കൊടുത്തേ. സർ. ഹലോ 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 പ്ലീസ് ഒന്നങ്ങോട്ട് മാറി. അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം പ്ലീസ്. അത് സാരമില്ല. ഞാനെന്ത് പണിയാണോ കാണിച്ചത്? ഡ്രസ്സ് ഊരി തരാതെ സ്ഥലം വിടാൻ നോക്കിയല്ലേ? എനിക്ക് കമ്പനിക്ക് കണക്കൊടുക്കാനുള്ള തനിക്കറിയോ? ഊര ഡ്രസ്സ് എന്താ ലുങ്കി ഷർട്ടും എനിക്ക് വേണ്ട. തന്റെ തല്ലിപ്പൊളി ഷർട്ട് കളച്ചൊന്നും കേട്ടാ. പിന്നെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഈ കടപ്പുറം വിട്ടാലും പോയില്ല കേട്ടോ. ചെരുപ്പ് കർത്താവേ, ഇവരെന്താ ഈ പടത്തിലാണ് അഭിനയിക്കാൻ പോയത്? ഇത്രയും കാലമായിട്ട് അണ്ണനെ കൊണ്ട് നടക്കാത്ത കാര്യം ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു വിഷമിക്കണ്ട. ഇത്തിരി നാണം കെട്ട പരിപാടിയാണെങ്കിലും അണ്ണന് വേണ്ടി ഞാനത് ചെയ്യും. എന്ത്? അണ്ണൻ കണ്ടോ? പുഷ്പേച്ചി. എന്താ മണിയാ? ഒരു കാര്യം പറയാനുണ്ട്. ഇവനാണ് പയ്യൻ. മണിയൻ എന്നല്ലേ പേര്? ഈ സോഡ ഫാക്ടറിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? എന്താ സാറേ കാര്യം? ഇവന്റെയാണ് കട. അത് ശരി, നീ ആദ്യം വണ്ടി ഒരു തെറ്റും ചെയ്യാത്തവരെ എന്തിനാ പിടിച്ചോണ്ട് പോണേ? കുറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനാ പിടിച്ചോണ്ട് പോകുന്നത്. ബാലവേല ഈ നാട്ടിൽ നിരോധിച്ചായി പെങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ്. ഇതൊന്നും ഇനി ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ചന്ദ്രേട്ടൻ ഇവനെ സ്വന്തം അനിയനെ പോലെ നോക്കണേ. അവനിവിടെ ഒരു കഷ്ടപ്പാടും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി. വണ്ടി മാറ്റാൻ പറയൂ. അവനെ പിടിക്ക്. എന്റെ അണ്ണന് പുഷ്പേച്ചിനെ ഭയങ്കര ഇഷ്ടാ. കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ട്. വിക്കായതുകൊണ്ട് പറയാൻ പറ്റാഞ്ഞതാ. അല്ല, ഇത് ആര്? എന്താണ് ഇപ്പൊ ഇങ്ങനൊരു വേഷം?
സിനിമ കാണാകുമ്പോ നമ്മ ഇത്തിരി വെടിപ്പും മേനൊക്കെ നടക്കണ്ടേ മോളെ? മോന് മാത്രല്ല കേട്ടാ, ഇപ്പൊ വേണമെങ്കിൽ അച്ഛനെ സിനിമയിൽ അഭിനയിക്കാം. സർക്കസ് ആയിരിക്കും ഭേദം. എന്താ ഇത്ര കളിക്കാൻ? എനിക്കിത് കാണാൻ വയ്യായേ. എന്താ ഞാൻ വല്ല തുണിയിലാണ് നിൽക്കണേ? ഇതിലും ഭേദം അതായിരുന്നു കേട്ടോ. നിന്ന് കളിക്കാണ്ട് പോലെ പണിയെടുക്കടാ ചാവമേ. എല്ലാത്തിനും അസൂയാണ് മോളെ. ഇങ്ങനെയാണ് നമ്മ പോലെ ടൗണിലോട്ട് താമസം മാറ്റാൻ പോണേണ്. ഓ പരിഷ്കാരല്ലാത്ത ഈ പിശാചിക്കൂടെ മോന്തകാണ്ടല്ലേ ചാവങ്ങള്. എങ്ങനെ ആ ഡ്രസ് പോയി ഊരിട്ടെ. ഇത് നീ ഇടാത്തല്ലേടാ? ഇടാത്തത് സിനിമയിലെ വേഷം കൊണ്ടാ. മനുഷ്യനെ നാണം കിടത്തിട്ട് പറഞ്ഞു എടുക്ക്. കൂടുതൽ കളിപ്പിച്ച് ഞാൻ ഇവിടെ വെച്ച് വിടറോ? എന്താണ് മാഷേ, ഡ്രൈവിംഗ് ഒക്കെ ശരിയായ? ആ അതൊക്കെ അപ്പൊ തന്നെ ശരിയായില്ലേ. ഒരു റൗണ്ട് അടിക്കാൻ വരുന്നോ നീ? ഏയ് ഞാനില്ല. എന്താ? കാറൊക്കെ സിനിമാ നടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഞങ്ങ പാവങ്ങള് വല്ല വള്ളത്തേലും കേറിക്കോളാവേ. ചുമ്മാ ഗമ കാണിക്കാതെ ഈ പാവം കൊട്ടി കേറിയേ. വേണ്ട, ഞാനില്ല, എനിക്ക് ചമ്മല. നടുക്കടലിൽ വള്ളത്തിൽ പോണ പെണ്ണിന് ചമ്മല. ആഹാ. എന്നിട്ടൊന്നും പേടക്കണില്ലല്ലേ? കുറച്ചു നേരം പേടിച്ചിട്ട് റെസ്റ്റ് എടുക്കണേണ്. എന്തേ? ഒന്ന് പോടാ. ഞാൻ പോയാ നിന്റെ മാറ്റി പേടക്ക് പോകും. ഉളിക്കണ്ട പണിയെടുക്കടാ. ഇതെന്ത് പറ്റി? കനകമ്മ ആസ്മ പിടിച്ച് വലിയോട് വലിയാണ്. വലിച്ചോണ്ട് തന്നെ ഈ മീനെടുത്തന്റെ തലയെ വെച്ച് തന്നു. പിന്നെന്ത് ചെയ്യാനാണ്? അയ്യോ, ശ്രീലങ്കയിൽ നിന്ന് നീന്തി വന്ന മീനാണ്. കുറച്ചെടുക്കട്ടെ. പുതുമണവാളിന് മണവാട്ടി കൂടി അങ്ങോട്ടാ? ഇവളുടെ അമ്മയുടെ വീട്ടിലേക്കാ ഇരുന്നിന്. വാ. പുഷ്പേനെ കെട്ടിയപ്പോ അവന്റെ വിക്കും പോയാ? മീൻ വെക്കടാ. ഓ എല്ലാരും കൂടി കണ്ണു വെച്ച് പടം വന്നപ്പോ ആൾക്കൂട്ടത്തിൽ പോലും ആ ചെറുക്കനെ കാണാനില്ലാണ്ടായി. പിടിച്ചിട്ട് വെട്ടിക്കളഞ്ഞെന്ന്. പിടിച്ചിട്ട് വെട്ടാ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ അയിലേ മത്തിയാണോ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ലാതെ എന്ത് ചെയ്താലും നമ്മൾ രക്ഷപ്പെടില്ല. ഈ വള്ളത്തിനിടുന്ന പൈസ പോലും എനിക്ക് സിനിമയിൽ കിട്ടിയിട്ടില്ല. പണിക്ക് ഒരു സുഖമില്ല. ഇവിടത്തെ സുഖം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് നാടകത്തിന്റെ ഏഴയലത്ത് നിൽക്കൂല. കിട്ടാത്ത മുന്തിരി താഴെ കിടക്കണം. അല്ല താമരെ, പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ വെല്ലൂരിൽ തിരിച്ചുകൊണ്ടെന്ന മുതലെന്തേ? ആ ശരിക്കുള്ള പേര് അതല്ല. അത് തന്നെ KP കള്ളപ്പരിശ. എന്റെ അമ്മ ഈ പട ചാകൂലട്ടാ. എന്താണ് ഗുരുമാലപ്പിച്ചിട്ട് വന്നിട്ടല്ല? കർത്താവേ, ആ നിൽക്കുന്നതാണ് പെണ്ണ്. ചെറുക്കനൊരു വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു. എന്തേ? നിർത്ത്. ആ വള്ളം വലയും പുറത്തു കൊടുക്കണേ തന്നെ KP. അത് എനിക്ക് ഇങ്ങ് തന്നേക്ക് അല്ലേ? പിന്നെ അല്ലാതെ. നിങ്ങൾ ചെല്ലേ. ഇത് ചുമ്മാ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാ പിന്നെ ചെല്ല്. ഈ KP എങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ മാഷേ. എന്തേ? KP ആഴക്കടലിന്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ? കടലിന്റെ നടുവിൽ പോയിട്ട്. അയ്യോ, കടലെനിക്ക് പേടിയാ. എന്നിട്ടാണ് കടലിൽ പോയി ചാടിയത് എന്ന് പറഞ്ഞാ വേറെ പേടിയൊക്കെ ഞങ്ങ മാറ്റിത്തരാം. അന്ന് വള്ളത്തിൽ കയറി. പുറകടലിലെ മനുഷ്യനെ തിന്നണ വലിയ സ്രാവുകളുണ്ട്. കാണിച്ചേരാട്ടാ. പിന്നെ കിനാവള്ളി, കടലാന, മനുഷ്യനെ വെടിവെച്ചോളണ കപ്പല്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? വേറൊന്നുമല്ല, പണ്ട് എന്റെ അച്ഛൻ എന്നെ കരയിൽ നിർത്തിയിട്ട് പോവാൻ പേടിയായിരുന്നു. അതുപോലെ കുസൃതി കാണിക്കണ ഈ കുട്ടിയെ തനിച്ച് കരയിൽ നിർത്തിയിട്ട് പോവാൻ ഇപ്പൊ എനിക്കും പേടിയാ. ഇങ്ങോട്ട് വാ. ആ